ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പതാ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സാന്ത്വനം 2-ന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് എത്തിയ നമ്മുടെ മീനുവിനും ആകാശിനും 8ന്റെ പണി തന്നെയാണ് ബാലേട്ടൻ കൊടുക്കുന്നത്. അപ്പം ഫുഡ് പോലും ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി നിൽക്കുന്ന മീനു ആണെങ്കിലോ, ആകാശ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവും, എനിക്കിങ്ങനെയൊന്നും പറ്റത്തില്ല. നിന്റെ അച്ഛനാണെങ്കിൽ എന്തൊരു മനുഷ്യനാടാ, അതും പോരാഞ്ഞിട്ട് നിന്റെ അനുജത്തി നമ്മുടെ റൂമും കൈയടക്കിയിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. അവക്കൊന്നും ഒരു മര്യാദ ഇല്ലല്ലേ. അവളൊരു IAS കാരിയാകാൻ പോകുന്നു. അപ്പം ഇവളൊക്കെ IAS കാരി ആയി കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള രീതിയിൽ മീനു ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ആകാശ് പറഞ്ഞു, എൻ്റെ പൊന്നു മീനു, നീ അങ്ങനെയൊന്നും പറയല്ലേ, അവളെൻ്റെ അനുജത്തിയല്ലേ, അവൾ നല്ല ഉയരങ്ങളിലൊക്കെ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നീ ശപിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ ശപിക്കാൻ വല്ല കഴിവും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആകാശേ നിന്റെ അച്ഛനും അതുപോലെ തന്നെ നിന്റെ അനുജത്തിയും ഒക്കെ ഇപ്പൊ ഭസ്മമായി പോയേനെന്ന് മീനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുക. അപ്പൊ ആകാശാണെങ്കിലോ ഇവൾക്ക് ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ദേഷ്യമുണ്ട്, അതുകൊണ്ട് അവൾ ഇതിങ്ങനെ പ്രകടിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ഗോമതിയും ബാലനും കൂടെ സംസാരിക്കുക. അപ്പം ഇനി ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള വിലപേശലുകളൊന്നും വേണ്ട ബാലേട്ടാ. നമ്മൾ വന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, ബാലേട്ടൻ എന്തിനാ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പം ബാലനാണെങ്കിലോ, ഗോമതി, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയല്ലേ നമ്മൾ കടന്നു വന്നത്, അതുകൊണ്ട് മാത്രമാണ് ഇനി വരുന്ന തലമുറയും അതൊക്കെ അറിഞ്ഞു വേണം വരാനായിട്ട്. അതുകൊണ്ടല്ലേ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ ഗോമതിയോട് പറയുമ്പം, ബാലേട്ട ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമ്മൾ പറയുന്നത് പോലെയൊന്നും കേൾക്കണമെന്നില്ല. ഇപ്പം തന്നെ ബാലേട്ടന് മനസ്സിലായില്ലേ മീനാക്ഷി കല്യാണം കഴിഞ്ഞ് വന്നതും അവൾ കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ബാലേട്ട അവരുടെ കാര്യത്തിൽ അധികമായിട്ടൊന്നും ഇടപെടണ്ടെന്നും പറഞ്ഞ് ഗോമതി ബാലനെ വിലക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ ആര്യനെ ഒരു ബിയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആകാശ് പറഞ്ഞു വിട്ടായിരുന്നല്ലോ, ആ ഒരു ബിയറും ഒക്കെ ആയിട്ട് നമ്മുടെ ആര്യൻ അങ്ങ് വരികയാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ മീനുവും ആകാശും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ബെല്ലടി കേട്ടു നോക്കുമ്പോഴത്തേക്കിനും ആര്യനാണ്. ആര്യൻ ആ ഒരു ബിയർ കുപ്പി എടുത്തിട്ട് നമ്മുടെ ആകാശിന്റെ മുന്നിലേക്ക് നീട്ടുമ്പം എടാ മീനു നിൽക്കുന്നു. ആയിക്കോട്ടെ, എന്തോ ഇവിടെ ഒരു കലാപരിപാടി മണക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നടക്കട്ടെ, നിങ്ങളുടെ പരിപാടിയൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് മീനു അവർക്ക് അതിനുള്ള ഒരു അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ചേട്ടനും അനിയനും അതുപോലെ തന്നെ ചേട്ടത്തിയും കൂടെ ഇരുന്ന്, ചേട്ടത്തിയാണെങ്കിൽ ചുമ്മാ അവിടെ ഇരുന്ന് കപ്പലണ്ടിയൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ചേട്ടനും അനിയനും കൂടെ ബിയറൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും, അതെ ഏട്ടാ, നമ്മുടെ അച്ഛനൊരു പാവമാണ്, ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നമ്മളെല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ വളർത്തണം, അങ്ങനെയുള്ളൊരു നിർബന്ധം മാത്രമേ ഉള്ളു പാവമാണെന്നൊക്കെ പറയുമ്പം, പിന്നെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് മീനു ഇങ്ങനെ കമൻറ്റ് പറയുക. അല്ലേ ഏട്ടത്തി, നമ്മുടെ അച്ഛൻ പാവം തന്നെയാണ്, എനിക്കത് പല സന്ദർഭങ്ങളിലും ഒക്കെ മനസ്സിലായതാണ് എന്നും ഒക്കെ ആര്യൻ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആകാശാണെങ്കിലോ, ഞാൻ എൻ്റെ ഹണിമൂണിന് വന്നിട്ട് ആകെ മൊത്തം അവശതയായ ആ ഒരു രീതിയിലായി പോയി. എൻ്റെ ഹണിമൂൺ ഒരു ഫാമിലി ടൂർ ആക്കിയത് അച്ഛനാണല്ലോ എന്നൊക്കെ പറയുമ്പം, അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആകാശേ, പക്ഷേ ഏട്ടൻ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ധൈര്യം ഇല്ലല്ലോ. ഞാൻ അന്ന് ഇങ്ങനെയൊക്കെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു റൂമിൽ പോലും ഇരിക്കില്ല, എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു ഹാളിൽ കിടക്കേണ്ടി വന്നേനെന്നും ഒക്കെ ആരും പറഞ്ഞു. എന്ത് ചെയ്യാനാ, അച്ഛനെ എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ആകാശിന് ധൈര്യമില്ലെങ്കിൽ ഞാൻ ആ ധൈര്യം കാണിക്കുമെന്ന് മീനും പറയുകയാണ്. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ കുറച്ച് കാര്യമായിട്ട് തന്നെ ഈ ബിയറൊക്കെ അകത്താക്കി. അപ്പം ആകാശാണെങ്കിലോ ഇച്ചിരി ഫിറ്റായ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ ആര്യം പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാനീ പോവാട്ടോ, ഇനി എന്നെ കണ്ടില്ലെങ്കിൽ അച്ഛൻ ബഹളം ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആകാശിനെ മീനു വിളിക്കുന്നുണ്ട്. ആകാശ് എഴുന്നേക്ക്, ഇതെന്താ ആകാശ് ശരിക്കും പറഞ്ഞാൽ ഓഫായി പോയി. അങ്ങനെ ആര്യനാണെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ആര്യനും അത്യാവശ്യം ആടിയാണ് വരുന്നത്. അങ്ങനെ റൂം മാറി നമ്മുടെ മിത്രയുടെ റൂമിലേക്ക് ആര്യം കയറുകയാണ്. ഈ സമയത്താണെങ്കിലോ മിത്ര ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്. ക്യാമ്പും കാര്യങ്ങളും ഒക്കെ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്, എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം അവളുടെ അമ്മ വിളിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ ആര്യനും ഗോമതിയും ഒക്കെ അവിടെയല്ലേ വന്നത്,
അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര്യനൊന്ന് മുട്ടാൻ വന്നു. അവനുള്ളത് ഞാൻ അപ്പം തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പം അവൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും ഇവൾ അമ്മയോട് പറയുക. അപ്പം ഇവളെങ്ങാനും ഇനി താൻ ഈ റൂമിൽ കയറിയത് കണ്ടാലോ എന്ന് വിചാരിച്ച് ആര്യനാണെങ്കിൽ അതിനകത്ത് കാണുന്ന ഒരു ഷെൽഫിനകത്ത് കയറി ഒളിക്കുകയാണ്. അപ്പം മീനു ആണെങ്കിലോ, അമ്മേ ദേ എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പം എന്നെ തിരക്കുന്നുണ്ടാവും, ഞങ്ങൾക്ക് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് അവൾ ആ ഒരു ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം കുളിക്കാൻ പോകുമ്പോഴത്തേക്കിനും ആര്യൻ ആ ഒരു ഡ്രോ തുറന്നിട്ട് അതിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കുകയാണ് ഇവൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഇവൾ ഇങ്ങനെയൊക്കെ നിന്ന് ഡ്രസ്സ് മാറുന്ന ആ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോഴത്തേക്കിനും ആര്യന് ശരിക്കും നാണം വന്നു. ഈശ്വരാ, ഇവളെങ്ങാനും ഈ റൂമിൽ വെച്ച് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, എൻ്റെ കാര്യം ഇന്നത്തതോടുകൂടി തീരും, എൻ്റെ എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തു ഇവളെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മീനാക്ഷി കുളിക്കാൻ കയറുക. മീനാക്ഷി അല്ല, സോറി, മിത്ര കുളിക്കാൻ കയറുകയാണ്. അങ്ങനെ മിത്ര കയറിയ ആ ഒരു തക്കം നോക്കിയിട്ട് ആര്യൻ അതിനകത്തുനിന്ന് പുറത്തിറങ്ങി വാതിൽ തുറക്കാൻ ചെല്ലുമ്പോഴത്തേക്കിനും ഒരു കോളിംഗ് ബെൽ അടിക്കുക. ഇത് കണ്ടപ്പം പെട്ടെന്ന് തന്നെ തിരിച്ചാശാൻ ഇറങ്ങിയെടുത്ത് തന്നെ വീണ്ടും കയറിയിരുന്നു. എന്നിട്ട് നോക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ മിത്രയുടെ 2 ഫ്രണ്ട്സാണ് വന്നിരിക്കുന്നത്. അപ്പം അവർ വന്നിട്ടോ, എടി നീ ഇതുവരെ റെഡി ആയില്ലേ, ദേ ഞങ്ങൾ ഒരു കൂട്ടം സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, ദേ ഞങ്ങളുടെ കയ്യിലുണ്ട്, നമുക്കൊന്ന് കൂടിയാലോ എന്ന് ചോദിക്കാം. അപ്പം ഇവളുമാരൊക്കെ കൂടെ ഒരു ചെറിയ വെള്ളവടി സെറ്റപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. മിത്രയാണെങ്കിലോ, അതെ എനിക്കിതിനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാത്രി ആവട്ടെ, രാത്രി ആകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. എടി നീ ചുമ്മാ പുളു പറയല്ലേ, ദേ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് പോലും വരില്ല, എടി ഭീകരികളെ എന്നുള്ള രീതിയിൽ ആര്യനാണെങ്കിൽ അതിനകത്തിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പം മിത്ര തരികിടയാണ് എന്നുള്ള കാര്യം നമ്മുടെ ആര്യൻ അറിയാം. എന്നാലും ഇത്ര കണ്ടൊക്കെ തരികിടയാണ് എന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഇവൾ വെള്ളം അടിക്കുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് പുറകോട്ട് നിൽക്കുന്ന കാണുമ്പം എന്തേലും ആവട്ടെ, ആ ഒരു ഗുഡ് ക്വാളിറ്റി എങ്കിലും ഇവൾക്കുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഇവർ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ, എടി നിന്റെ മുറച്ചെറുക്കൻ ഇവിടെ വന്നപ്പം അവൻ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പം അവൻ ഉണ്ടാക്കിയ വിഷയത്തിന് അവൻ്റെ സ്വഭാവത്തിന് അവൻ്റെ കൈയും കാലും തല്ലിയൊടിക്കുക വേണ്ടത്. അപ്പം ആര്യനെക്കുറിച്ച് ഇത്രയൊക്കെ കുറ്റമൊക്കെ പറയുമ്പോഴത്തേക്കിനും ആര്യനാണെങ്കിൽ കലി വരുന്നുണ്ട്. ഇറങ്ങിച്ചെന്ന് 2 കൊടുത്താലോ, വേണ്ട, കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവിതകാലം മുഴുവനും താൻ ജയിലിൽ കിടക്കാനുള്ള ഒരു വകുപ്പ് അത് മിത്ര ഉണ്ടാക്കി വെക്കുമെന്ന് ഇവന് നല്ലതുപോലെ അറിയാം. അങ്ങനെ ടെൻഷൻ അടിച്ച് ആര്യൻ അവിടെ നിൽക്കുക. അപ്പം നമ്മുടെ മിത്രയുടെ അച്ഛൻ ഫോൺ ചെയ്യുന്നു. അങ്ങനെ അവൾ ആ ഒരു കോൾ എടുത്തതും, മോളെ ആര്യനെ കൊണ്ട് ശല്യമൊന്നും ഇല്ലല്ലോ അച്ഛാ, ആദ്യത്തെ ദിവസം ചെറിയൊരു ഉടക്കൊക്കെ നടന്നു, പിന്നെ ഞാനതങ്ങ് ശരിയാക്കി എടുത്തു, ഇനി അവൻ വല്ല വെളച്ചിലും കൊണ്ട് വന്നാൽ അവൻ ഈ കൊടൈക്കനാലിലെ കൊക്കയിൽ തള്ളിയിട്ട് ഞാൻ കൊല്ലുമെന്ന് ഇവളിങ്ങനെ വീമ്പടിക്കുക. ഇങ്ങോട്ട് വാടി, എന്നെ കൊല്ലാൻ ഇങ്ങോട്ട് വാടി എന്നുള്ള രീതിയിൽ ആര്യൻ അതിനകത്തിരുന്ന് ഇങ്ങനെ ആലോചനയാണ്. അപ്പോൾ കൂട്ടുകാരാണെങ്കിലും, എടി എന്നാൽ നീ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് അവളുമാർ ടാറ്റയും പറഞ്ഞു പോയി. അങ്ങനെ ആ ഒരു സമയമാണെങ്കിലും മിത്ര കുളിക്കാൻ കയറിയ തക്കം നോക്കി ആര്യൻ ഒരുവിധം റൂമിന് വെളിയിലെത്തി. അങ്ങനെ ആര്യൻ തൻ്റെ അച്ഛൻ്റെ റൂമിലെത്തിയതും സമാധാനമായി. ഇപ്പം കുടിച്ചതിൻ്റെ കെട്ടൊക്കെ ഏകദേശം വിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ ബാലനാണെങ്കിലോ പഴയ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അതൊക്കെ വെച്ചിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പം, അച്ഛാ ആ ചാനലൊന്ന് മാറ്റച്ചാ, നമുക്ക് ഏതെങ്കിലും നല്ല അടിച്ചുപൊളി പാട്ട് കേൾക്കാമെന്ന് പറയുമ്പോൾ മിണ്ടാതെ കിടന്ന് ഉറങ്ങടാന്നും പറഞ്ഞ് ആര്യനെ ശകാരിക്കുകയാണ് ബാലൻ. അങ്ങനെ ഉറക്കമൊക്കെ ഒരുവിധം ഉറങ്ങി വരുന്ന സമയത്താണെങ്കിലും ബാലൻ ചുമച്ച് ഛർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ആര്യൻ കാണുന്നത്. ആര്യൻ നേരെ പോയി തൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കിനും ബാലൻ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ കാണിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണുക. കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്